ഇമാജിൻ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നു. പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒപ്പോണന്റ് അവരെ കാത്ത ആ ഫോറസ്റ്റിലുണ്ട്. ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വാർ മിഷനിൽ കാണിക്കുന്നത്. സോ ഇതിന്റെ സ്റ്റോറി പുതിയ സ്റ്റോറി ഒന്നുമല്ല. നമ്മൾ ഈ പ്രിഡേറ്റർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ നമുക്കൊരു നോർമൽ ആർമി മൂവി പോലെയൊക്കെയാണ് തോന്നുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് അമേരിക്കയിലെ ഒരു പർട്ടിക്കുലർ ആർമി പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടി ഒരു ക്യാമ്പിൽ വന്നേക്കുകയാണ്. സോ ഇവരെല്ലാവരും പലതരത്തിലുള്ള ഈ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഇവിടെ വെച്ചാണ് നമ്മുടെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 81 അലൻ റിച്ച്സൺ ആണ് ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ റീച്ചറായിട്ടൊക്കെ അഭിനയിക്കുന്ന ആ ഒരു ആൾ. സോ പുള്ളിയുടെ ലൈഫിൽ കുറച്ച് വർഷം മുന്നേ ഒരു ട്രാജിക് ആയിട്ടുള്ള ഇവന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ പുള്ളിയുടെ മനസ്സിൽ അതിന്റെ കുറ്റബോധവും സങ്കടവും ഒക്കെ ഉണ്ട്. സോ പുള്ളി സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒറ്റയ്ക്കൊക്കെയാണ് ഇരിക്കുന്നത്. സോ പുള്ളിയാണ് ഈ ഒരു ഫൈനലി വരുന്ന ഈ ഒരു ടീമിന്റെ ലീഡർ. സോ ഇവരെല്ലാവരും കൂടെ ഒരു ലാസ്റ്റ് മിഷന് വേണ്ടി പോവാണ്. ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ കിട്ടത്തുള്ളൂ. സോ ഇവർ ഇതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിലേക്ക് പോകുന്നു. പക്ഷെ അവിടം വരെ ഈ ഒരു സിനിമ ഒരു നോർമൽ ഒരു ആർമി മൂവി പോലെയൊക്കെ നമുക്ക് തോന്നും. ഫോറസ്റ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റോബോട്ട് കില്ലർ മിഷനെ അവർ ഫോറസ്റ്റ് വെച്ച് എൻകൗണ്ടർ ചെയ്യുകയാണ്. ശേഷം ഒരു നോർമൽ മൂവി അതിന്റെ ജോണർ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ഒരു സൈഫൈ സർവൈവൽ ത്രില്ലറിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ സിനിമ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഈ ഒരു സിനിമയിൽ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പം അലൻ റിച്ച്സൺ ആണെങ്കിലും പുള്ളിക്ക് ചേരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിയുടെ ഫിസിക്കിനൊക്കെ ചേരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ആർമി ക്യാരക്ടറൊക്കെ. സോ പുള്ളി അത് നല്ല ഡീസെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി ഉള്ളവരും ഡീസെന്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ റിമെമ്പർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിന്റെ കഥ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അത് നല്ല എൻഗേജിങ് ആയിട്ടും അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ടുമാണ് എടുത്തു വെച്ചിരിക്കുന്ന ഡയറക്ടർ. ഒട്ടും ബോറടിക്കത്തില്ല നമുക്ക്. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ. അതും വലിയൊരു ആശ്വാസമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അത്യാവശ്യം ടെൻഷൻ അടിക്കുന്ന രീതിയിലത്തെ കാര്യങ്ങളും എല്ലാം അവർ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഈ ഒരു കില്ലർ റോബോട്ടിനെ കാണിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഒരു സിനിമയുടെ ഒരു ഷിഫ്റ്റാണ്. അതിനുശേഷം പിന്നെ വലിയ രീതിയിലത്തെ ഈ എക്സ്പ്ലോഷനും കാര്യങ്ങളും നല്ല രീതിയിൽ അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ വയലൻസ് ഉള്ള വിഷ്വൽസും പിന്നെ ഗോറായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ ഈ സിനിമ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ കൂടിയും അതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സിനിമയുടെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്ക് നോക്കാതെ നമ്മൾ ഒരു പക്ക ഒരു ആക്ഷൻ സർവൈവൽ ത്രില്ലർ കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ സിനിമ നമ്മളെ എന്റർടൈൻ ചെയ്യും. അല്ലാതെ ഇപ്പം ലോജിക്കൊക്കെ നോക്കി കാണാൻ പോയി കഴിഞ്ഞാൽ ഈ സിനിമ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ലോജിക്കൊക്കെ എടുത്ത് കണ്ടെത്തി കളഞ്ഞിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് വാർ മിഷൻ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഈ പുതിയ സിനിമ. സോ ഇത് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.